ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ലോഗാണ്. ഈ വരുന്ന മുതലുണ്ടല്ലോ ഞങ്ങളുടെ ജിമ്മിക്കുട്ടൻ, ഇവനെ ഞങ്ങൾ മേടിച്ചിട്ട് ഒരാഴ്ചയായി. പിന്നെ നമ്മുടെ എല്ലാം പൊതുവായ ഒരു സ്വഭാവ രീതിയാണല്ലോ, പുതിയ വണ്ടി എടുത്താൽ അതും കൊണ്ടൊരു പോക്ക്. അങ്ങനെ ഒരു വണ്ടി പ്രാന്തനാണ് എൻ്റെ ഏട്ടനും. ആൾക്ക് ഈ വണ്ടി എടുത്തതിൻ്റെ ഒരു രണ്ടാമത്തെ ദിവസം മുതൽ ഓഫ് റോഡ് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ജോലി തിരക്ക് കാരണം അതൊന്ന് മാറ്റി വെച്ചു. അങ്ങനെ വണ്ടി എടുത്തതിൻ്റെ ഒരു 4ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ കൊടൈക്കനാൽ പോയി. അവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വരുന്നവർക്ക് നമ്മളൊരു കുട്ടിക്കാനം എത്താറായപ്പം പുള്ളി എന്നോട് ചോദിച്ചു, നമുക്ക് പരുന്തുംപാറ വരെ ഒന്ന് പോയാലോ. സത്യം പറഞ്ഞാൽ ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പുള്ളി എന്നോട് പറഞ്ഞു നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ചായയൊക്കെ കിട്ടും. അപ്പോൾ ഞാനും ഓർത്തു, നമ്മുടെ ആൻമരിയ കലിപ്പിലാന്ന് ഉള്ള സിനിമയിലകത്ത് സിദ്ദിഖ് പറയുന്ന പോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൂടെ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ജിമ്മിയും കൊണ്ട് പരുന്തുംപാറയ്ക്ക് പോയി. എനിക്ക് ഫസ്റ്റ് ടൈം പരുന്തുംപാറ കാണുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒന്ന് ഗൂഗിളിൽ യൂട്യൂബിൽ നോക്കുന്നതാണ്. പിന്നെ ഇവിടെ നോക്കിയിട്ടില്ല, ഇവിടെ നോക്കണ്ടെന്ന് ഓർത്തു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറേ മുട്ടക്കുന്ന്. ഞാനപ്പോൾ അത് കുഴപ്പമില്ല, ഇത് കയറിപ്പോവാം, ജിമ്മിയല്ലേ സുഖമായിട്ട് കയറിക്കോളൂന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ്റെ രീതിയൊക്കെ മാറി. പുള്ളി പറഞ്ഞു പുറത്തിറങ്ങും, എന്നിട്ട് വീഡിയോ എടുക്കുക. കണ്ട മുട്ടക്കുന്ന് മൊത്തവും ഓടി നടന്ന് ഞാൻ വീഡിയോ എടുത്ത് ചാടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് താഴെ നിന്നുള്ള ആംഗിളിൽ നിന്ന് എടുക്കണം, മേളിൽ നിന്നുള്ള ആംഗിളിൽ നിന്ന് എടുക്കണം എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, ഞാൻ എല്ലാം എടുത്ത് കൊടുത്തു. കുറച്ച് കഴിയുമ്പം ഏട്ടൻ്റെ രീതികൾ മാറി വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു പുള്ളിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ടായിരിക്കും എന്ന് ഞാൻ ഓർത്തു സാരമില്ല. പക്ഷേ പൊരി വെയിലാണെന്ന് ഓർക്കണം, നല്ല വെയിൽ. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്. അവർ നോക്കുമ്പോൾ ഞാൻ മാത്രം ഈ വെയിലത്തോടെ. അതുകൊണ്ട് 2 കപ്പിൾസ് പോകുന്നു. ചേട്ടാ ചേച്ചി, നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് അറിയാതെ വന്നാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ രീതി മാറി. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇവന് വട്ടാണോ എന്ന്. കാരണം ഇവന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും ഈ വട്ടമൊന്നും മാറിയില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. ചെളിന്ന് അഥവാ ചെളിക്കകത്ത് അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഗൈസ്. സ്മെല്ല് കൊണ്ട് ഒരു രീതി നിൽക്കാൻ പറ്റുന്നുണ്ട് അവിടെ. ഒരു കറക്കം കഴിഞ്ഞു, 2 കറക്കം കഴിഞ്ഞു, 3 കറക്കം കഴിഞ്ഞു, എന്നിട്ടെങ്ങും നിൽക്കുന്നില്ല. എന്നിട്ട് ഞാൻ നിർത്തുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെപ്പോലും മൈൻഡ് ചെയ്യാതെ എങ്ങോട്ടോ കയറിപ്പോയി. ഞാനവിടെ ഉണ്ടെന്ന് പോലും ആൾക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു പോക്ക, ഒരു മുട്ടക്കുന്നിൽ നിന്ന് അടുത്ത മുട്ടക്കുന്നിലോട്ട് ചാടി പോവുക. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നോർത്ത് ഞാൻ അപ്പോഴെല്ലാം ആ പൊരി വെയിലത്ത് അട്ടയും കടിച്ച് നിന്ന് വ്ലോഗ് എടുക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ഹസ്ബൻഡായാലും ബ്രദറുണ്ടെങ്കിലും എല്ലാം വണ്ടിപ്രാന്തന്മാരുടെ കൂടെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുട കൊണ്ട് ആരും പോവുക. ഇപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് ഇറങ്ങി വന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, അവൻ്റെ വണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്നെ വിശ്വാസമില്ല എന്താണെന്ന് അറിയത്തില്ല, ആ തല മൊത്തവും പുറത്തോട്ടിട്ടാണ് ആളിരിക്കുന്നത്. എന്തിനാണോ എന്തോ എന്നെ കൊണ്ടുപോയത് എന്ന് എനിക്കും അറിയത്തില്ല, അവനും അറിയത്തില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പും ഈ വ്ലോഗിങ്ങും എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.